അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ താഴെ വന്നു, താഴെ സൈൻ ചെയ്തു, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയും തിരക്കുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത്. അപ്പം അകത്ത് കയറാൻ എനിക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. മറ്റേ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പം ഷട്ടർ തുറക്കുമ്പോൾ തള്ളി കയറിയിട്ടൊരു 4-5 പേർക്ക് സീറ്റ് പിടിക്കാനൊക്കെ നമ്മൾ ഒത്തിരി ടൈം ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തള്ളി കയറി ഞാൻ തന്നെ ആദ്യം ഫസ്റ്റ് കയറി. അങ്ങനെ പെർഫോമൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം വന്ന് നിന്നു. ഇത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അങ്ങനെ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേനും ഓഡിയൻസ് ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഗോദയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഗോദയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ എന്തൊക്കെയോ പ്രസംഗങ്ങളായിരുന്നു ആദ്യം. അത് ഞങ്ങൾക്ക് ഭയങ്കര കാര്യമില്ലല്ലോ, പണ്ടേ പറഞ്ഞ കേൾക്കുന്ന ശീലമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു കാണിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഡാൻസ് തുടങ്ങി. ഡാൻസ് ആ കുറച്ച് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഓർത്തു കൊച്ചി രാജാവിനകത്ത് ദിലീപ് ഇറങ്ങി വരുന്ന അവസ്ഥയെന്ന് തോന്നുന്നു. മറ്റേ അമ്മമാരുടെ ഇടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഫുള്ള് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ആ അവസ്ഥയായിരിക്കും എന്ന് ഓർത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഞങ്ങൾ മടുത്തു. അപ്പം ലാസ്റ്റ് ഞങ്ങൾ ഇത് ഹോസ്റ്റലിലെ പിള്ളേരാണ്. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പരിപാടി അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു.